ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നുള്ളത് ഇഫ്താറിന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, നോമ്പിൻ്റെ അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ നമുക്ക് നല്ല പോലെ മടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് ട്യൂണ സാൻഡ്വിച്ച്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ് സംഭവം. നമ്മൾ ഫസ്റ്റ് ഈ ക്യാൻ ട്യൂണയാണ് ഇട്ടെടുക്കുന്നത്. എന്നിട്ട് അതിൽ ഫുള്ളായിട്ടുള്ള ഓയിൽ കളഞ്ഞെടുക്കുക. ഓയിലോ വാട്ടറോ എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക്, അപ്പോൾ ഞാൻ 2 ക്യാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഒരു പഞ്ചായിട്ടുള്ള നമ്മളെ മല്ലിയില എടുക്കുക. അതേപോലെ തന്നെ ഉള്ളിയും ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത പച്ചമുളകും. ഇതൊക്കെ നമ്മുടെ ഒരു ആവശ്യാനുസരണം ഉണ്ടാവില്ലേ, അതനുസരിച്ചിട്ടാട്ടോ ചെയ്യേണ്ടത്. പിന്നെ ഒരു ആവശ്യത്തിന് കുരുമുളകും, ഉപ്പ് നമ്മുടെ ട്യൂണയിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് ഉപ്പ് നമ്മൾ ശ്രദ്ധിക്കണം ഇടാൻ. പിന്നെ മയോണൈസാണ് ഇടുന്നുള്ളത്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഫസ്റ്റ് ഇട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട് കറക്റ്റ് ആകുന്നുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഓരോരോ സ്ലൈസ് ബ്രെഡിലോട്ടേക്ക് നമുക്ക് നമ്മുടെ ഈ ട്യൂണയുടെ മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ കവർ ചെയ്യുന്ന സ്ലൈസിലേക്ക് ബട്ടർ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അതായത് മേലെ ഭാഗത്തേക്ക് ബട്ടർ ആകുന്നത് രീതിയിലാക്കിയിട്ട് നമുക്ക് ബട്ടർ വെച്ച് കൊടുക്കാനുണ്ട്. അപ്പോൾ മൊത്തത്തിലായിട്ട് നമ്മുടെ എല്ലാ ബ്രെഡ് സ്ലൈസിലേക്കും ബട്ടറും അതേപോലെ തന്നെ ആവശ്യത്തിന് ചെയ്ത് പിന്നെ പാനിൽ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുത്താൽ മതി. ഒരു നല്ല സ്ലോ ഫ്ലെയിമിലായിട്ട് ഒരു 2 മിനിറ്റ്സ് ഒരു ബ്രെഡ് വെച്ച് കൊടുത്താൽ തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വരും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ട്യൂണ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ബാച്ചിലേഴ്സിനാണെങ്കിലും ആർക്കാണെങ്കിലും എളുപ്പം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയിൽ കാണാം. അതിലേക്ക് മീൻസ് മീനേഷ്വാന സൈനിങ് ഓഫ്. ബൈ. അസ്സലാമു അലൈക്കും.